ഇസ്രായേലിന്റെ കൂട്ടക്കൊലകളിൽ ചിതറി അമേരിക്ക. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ ഇസ്രായേൽ യുദ്ധം. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ ഇസ്രായേൽ അവിശുദ്ധ കൂട്ടുകെട്ട് പരാജയപ്പെടുമ്പോൾ സഖ്യത്തിന്റെ പൊള്ളത്തരം തുറന്നു പറയുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഇസ്രായേലിന്റെ കൂട്ടക്കൊലകളിൽ അമേരിക്ക ഞെട്ടിച്ചിതറിപ്പോകുന്നു. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലെ വൈറ്റ് ഹൗസിലുള്ള ബ്രാഡി ബ്രീഫിംഗ് റൂം പലപ്പോഴും ലോകത്തെ നിയന്ത്രിക്കുന്ന സാമ്രാജ്യത്വ നയങ്ങളുടെ പ്രഖ്യാപന വേദിയാണ്. 2026 ജൂൺ 18 അവിടെ നടന്ന പത്രസമ്മേളനത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നടത്തിയ പരാമർശങ്ങൾ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള അവിശുദ്ധ സഖ്യത്തിന്റെ ആഴവും അതോടൊപ്പം തന്നെ അവർക്കിടയിൽ പുകയുന്ന ആഭ്യന്തര തർക്കങ്ങളും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സാമ്രാജ്യത്വ അധിനിവേശം നിലനിർത്താൻ ഇസ്രായേലിനെ ആയുധപ്പുരയാക്കി മാറ്റിയ അമേരിക്ക ഒടുവിൽ തങ്ങൾ വളർത്തിയെടുത്ത സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ധിക്കാരത്തിന് മുന്നിൽ പരസ്യമായ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നിരിക്കുന്നു. ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന പ്രതിരോധ ആയുധങ്ങളുടെ മുന്നിൽ രണ്ടു ഭാഗവും നൽകുന്നത് അമേരിക്കയാണ് എന്നും തങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇസ്രായേൽ ജനത സുരക്ഷിതമായിരിക്കുന്നത് എന്നും വാൻസ് ഓർമ്മിപ്പിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ ലക്ഷക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കുവാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ യഥാർത്ഥ ഉറവിടം കൂടിയാണ് അമേരിക്കൻ ഭരണകൂടം സ്വയം സമ്മതിക്കുകയാണ് അവരാണെന്ന്.